ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. ഡിസംബർ 1-ാം തീയതി 25 നോമ്പ് ആരംഭിക്കുകയാണ്. 2024 ഡിസംബർ 1 എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച ദേവാലയങ്ങളിൽ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഏത് ഡിനോമിനേഷനിൽ പെട്ടതാണെങ്കിലും ഡിസംബർ 1-ൻ്റെ ആരംഭം ഈ ഞായറാഴ്ചയാണ്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് പല കഥാപാത്രങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹെറോദോസ് മഹാരാജാവ്, സക്രിയ, യോഹന്നാൻ്റെ പിതാവായി തീരുന്ന സക്രിയ, എലിസബത്ത്, ഗബ്രിയേൽ മാലാഖ, ജനം, യോഹന്നാൻ സുവിശേഷകൻ, യോഹന്നാൻ, സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള വിവരണങ്ങൾ. നമ്മുടെ ചിന്ത ഒന്നാമത് പോകുന്നത് ഹെറോദോസ് മഹാരാജാവിനെ കുറിച്ചാണ്. അദ്ദേഹം രാജാവായി വരുന്നത് BC 37 BC മുതൽ 4 BC വരെയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പലതും പറയാനുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ഇദ്ദേഹം ചെയ്ത വലിയൊരു കാര്യം എന്ന് പറയുന്നത് ജെറൂസലേം ദേവാലയം പുനരുദ്ധരിച്ചു എന്ന് പറയുന്നതാണ്. ഇസ്രായേൽ ജനത നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയി ബാബിലോണിലേക്ക് അവരുടെ അടിമകളായിട്ട് ജീവിക്കുകയാണ്. സൈറസിൻ്റെ കാലത്ത് അവർ തിരിച്ചു വരികയാണ്. 10,000 പേരെയാണ് ജെറൂസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയത്. സൈറസിൻ്റെ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സെറുബാബേൽ ഈ ഇസ്രായേൽ ജനതയെ തിരിച്ച് ജെറൂസലേമിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ BC 537 ജെറൂസലേം ദേവാലയം പണിയുവാൻ തുടങ്ങി. അങ്ങനെ പണിത് പൂർത്തിയാക്കി. എന്നാൽ പിന്നീട് ഈ ജെറൂസലേം ദേവാലയം പുനരുദ്ധരിച്ചത് BC 19 ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനാണ് സക്രിയയുടെ ഭാര്യ എലിസബത്ത്. ഇവർ പ്രായം കവിഞ്ഞവരായിരുന്നു എന്ന വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. മക്കളില്ല അവർക്ക്. ജെറൂസലേം ദേവാലയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ജെറൂസലേം ദേവാലയത്തിൽ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെറോദോസ് രാജാവ് പുതുക്കി പണിത ആ ജെറൂസലേം ദേവാലയത്തിൽ തിരിച്ചത് ഔട്ടർ കോർട്ട്, ഇന്നർ കോർട്ട്, കോർട്ട് ഓഫ് ദ പ്രീസ്റ്റ്, ഹോളി പ്ലേസ്, ഹോളി ഓഫ് ഹോളീസ്, ഇങ്ങനെ 5 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ജെറൂസലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ ധൂപം വീശുവാനായിട്ട് പ്രത്യേകമായിട്ട് നറുക്കുവീണ ഒരു അബിയ പുരോഹിത ഗണത്തിൽപ്പെട്ട ആളാണ് സക്രിയയ്ക്ക് വളരെയധികം പ്രായം ചെന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ ജെറൂസലേം ദേവാലയത്തിൻ്റെ ഹോളി ഓഫ് ഹോളീസിൽ നിന്നല്ല ധൂപം വീശുന്നത്, പ്രത്യുത ഇന്നർ ഹോളിയിൽ നിന്നാണ്. അതായത്
നാലാമത്തെ സ്ഥലത്ത് നിന്നാണ് ധൂപം വീശുന്നത്. അങ്ങനെ ധൂപം വീശിക്കൊണ്ടിരിക്കുമ്പോൾ സക്രിയായുടെ ഒരനുഭവമാണ്. മാലാഖ, ഗബ്രിയേൽ മാലാഖ ജെറൂസലേം ദേവാലയത്തിൻ്റെ ഹോളി ഓഫ് ഹോളീസിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഇതിനു മുമ്പ് ഈ സക്രിയായെക്കുറിച്ച് വചനം പറയുന്നത്, ലൂക്കാ സുവിശേഷകൻ പറയുന്നത്, നീതിനിഷ്ഠനാണ്, കുറ്റമറ്റവനാണ്, പ്രമാണങ്ങൾ അനുസരിക്കുന്നവനാണ്, ദൈവത്തിനോട് വളരെയധികം അടുത്ത മനുഷ്യനാണ്. ഇവർ രണ്ടുപേരും, ആരൊക്കെ? സക്രിയായും ഭാര്യയായും. ഇവർക്ക് രണ്ടുപേർക്കും മക്കളില്ല എന്നുള്ളത് വചനത്തിൽ പ്രത്യേകമായി ഏറ്റുപറയുകയാണ്. ഈ പ്രത്യക്ഷപ്പെടുന്ന മാലാഖ, ഹോളി ഓഫ് ഹോളീസിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന മാലാഖ സക്രിയായോട് പറയുകയാണ്, നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു, നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് യോഹന്നാൻ എന്ന പേരിടണം. യോഹന്നാൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ഗോഡ്സ് ഗിഫ്റ്റ്. ഇത് ഹീബ്രു പദമാണ് യോഹന്നാൻ എന്ന്. എന്നാൽ ഈ യോഹന്നാൻ എന്ന പദത്തെ, ഈ നാമത്തെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഇയോനേസ് എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഗോഡ്സ് ഗിഫ്റ്റ് എന്നാണ്. ലാറ്റിൻ ഭാഷയിലേക്ക് വന്നപ്പോൾ യോഹന്നാസ് എന്നായി. അറബിയിലേക്ക് വന്നപ്പോൾ യൂഹന്ന എന്നായി. ഇറ്റാലിയിൽ വന്നപ്പോൾ ഗിയോവനി എന്ന പേരിലായി. പോർട്ടുഗീസിലേക്ക് യോഹന്നാൻ എന്ന ആ ഹീബ്രു പദം, ആ നാമം തർജ്ജിമ ചെയ്തപ്പോൾ ജോ ആവോ എന്നായി. സ്പാനിഷിലേക്ക് വന്നപ്പോൾ ജുവാൻ എന്നായി. ഞാൻ ഈ യോഹന്നാൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഗ്രേസ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിൻ്റെ ഗ്രേസ്, കൃപ, കാരീസ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കളുടെയൊക്കെ പേരൊന്ന് ശ്രദ്ധിക്കുക. വചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത ക്രൈസ്തവ പേരുകളാണ്. പലരുടെയും പേരുകൾ പല മതങ്ങളിലും ഉപയോഗിക്കുന്ന മോശമായ പദമായിരിക്കാം, അർത്ഥമുള്ള പേരായിരിക്കുകയില്ല. പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് അർത്ഥമുള്ള പേരാണ്. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പേര്, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന പേര് എപ്രകാരമുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പടർന്നു പിടിച്ച ഒരു പേരുണ്ട്, മിനി, ബിന്ദു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ. അർത്ഥവത്തായ പേര് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അർത്ഥവത്തായ പേര് കൊടുക്കുമ്പോൾ, എൻ്റെ പേര് സണ്ണി വർഗീസ്, എൻ്റെ മാമുദീസ പേര് അങ്ങനെയാ, എൻ്റെ SLC ബുക്കിലും സണ്ണി വർഗീസ് എന്നാണ്. ലൂമൻ, പ്രകാശം എന്നാണ് സണ്ണി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ. അർത്ഥമുള്ള വാക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ആ പേരിൽ അവരറിയപ്പെടും. അവരുടെ ക്യാരക്ടർ ഫോർമേഷനിൽ അത് വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ നല്ല പേരുകൾ കൊടുക്കാനായിട്ട് സാധിക്കണം. മക്കളില്ലാത്ത ഒരു ദമ്പതി ഭാര്യയും ഭർത്താവും എൻ്റെ അടുക്കൽ വന്നു. അവർക്ക് മക്കളില്ല. തദവസരത്തിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, സുഹൃത്തുക്കളെ, നിങ്ങൾ തൊടുപുഴയിൽ പോയിട്ട് നല്ലൊരു കുമ്പസാരം നടത്തുക. അതിനുശേഷം ഒരു 90 ദിവസത്തേക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യുക. മദ്യപാനം പൂർണ്ണമായി നിർത്തുക. അങ്ങനെയെല്ലാം ആവശ്യപ്പെട്ടതിന് ശേഷം അങ്ങനെയെല്ലാം ചെയ്യാൻ തയ്യാറായി. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ദൈവം നൽകിയൊരു വാക്ക്, ബർഷിത്. ആദ്യം അവർക്ക് മനസ്സിലായില്ല.
ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന ഇപ്രകാരമാണ്: ബർഷിത് ഖാറ എലോഹിം, ബർഷിത് ഇൻ ദ ബിഗിനിങ്. ബൈബിളിലെ ഉൽപ്പത്തി എന്ന് പറയുന്ന വാക്കാണത് ബർഷിത്, ജനേസിസിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ. അപ്പോൾ ബൈബിളിലെ നല്ല വാക്കുകൾ, അർത്ഥമുള്ള വചനങ്ങൾ നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് പേരായി കൊടുത്തുകൂടാ? ഈ പക്ഷിയുടെയോ മറ്റ് മൃഗങ്ങളുടെയോ പേരൊക്കെ കൊടുത്ത് നമ്മുടെ മക്കൾ അതിൽ അറിയപ്പെടണമോ? ദൈവവചനത്തെക്കാൾ കൂടുതൽ നാമമുണ്ടോ? ഗബ്രിയേൽ ദൈവദൂതൻ പിതാവായ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച പേര് ആ മാതാപിതാക്കന്മാരായ സക്രിയയെയും എലിസബത്തിനെയും അറിയിക്കുകയാണ്. മക്കളില്ലാത്ത ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പേരുകൾ ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന് ഈ വിശുദ്ധന്റെ പേര് ഇട്ട് വിളിക്കണം. മാമുദീസയ്ക്ക് അത് തന്നെ ആയിരിക്കണം, വിളിക്കുന്നതും അങ്ങനെ ആയിരിക്കണം. 8-10 വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ഒരു ദമ്പതി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ കൊച്ചിന് ഡാമിയൻ എന്ന് പേരിട്. വിശുദ്ധ ഡാമിയന്റെ മാധ്യസ്ഥം നിന്റെ ഉദരത്തിൽ പ്രവേശിക്കും. ഡാമിയൻ, ആ കൊച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞിനെ ലഭിച്ചു. ആ കുഞ്ഞ് ഡാമിയൻ എന്ന് വിളിക്കുന്ന 15 വയസ്സുണ്ട്. ഈ ദിവസങ്ങളിൽ എന്നെ വിളിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. ഒറ്റ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്: നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പേരിടണം. യൂട്യൂബുകാരല്ല പേരിടേണ്ടത്, മറ്റു മതസ്ഥരല്ല പേരിടേണ്ടത്, മറ്റു മതസ്ഥരുടെ പേരുകളല്ല. ക്രൈസ്തവ ഏത് ഡിനോമിനേഷനിൽപ്പെട്ടവരും സ്വീകരിക്കേണ്ടത് അർത്ഥമുള്ള പേരായിരിക്കണം, ബൈബിളിലെ വാക്കായിരിക്കണം, വിശുദ്ധരുടെ പേരായിരിക്കണം. അതാണ് ഗബ്രിയേൽ മാലാഖ നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗോഡ് ഈസ് ഗ്രേഷ്യസ്. സച്ച് എ ബ്യൂട്ടിഫുൾ നെയിം. യോഹന്നാൻ, ജോൺ, അങ്ങനെ വിളിക്കാനായിട്ട് ഇടയാകട്ടെ. ഗബ്രിയേൽ ദൈവദൂതൻ സക്രിയായുടെ മുമ്പിൽ വരികയാണ്. അവരോട് ആവശ്യപ്പെടും, നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ അവസരത്തിൽ ഈ ഗബ്രിയേൽ ദൈവദൂതനുമായിട്ടുള്ള ഈ സംഭാഷണത്തിൻ്റെ നിമിഷങ്ങളിൽ അവിടെ വചനം പറയുക, ജനം പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ജനം പുറത്തു നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, ഞാനൊരു വൈദികനായി തുടരുന്നത് എൻ്റെ മഹത്വം കൊണ്ടോ ഒന്നുമല്ല. രാപകല് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. അവരുടെ പ്രാർത്ഥനയാണ് ശക്തി തരുന്നത്. ബലിപീഠത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ, ആ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഗബ്രിയേൽ ദൈവദൂതൻ സക്രിയായോട് പറയുന്നതാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജനിക്കാൻ പോകുന്ന യോഹന്നാൻ പ്രസവിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനാൽ നിറയും. നമ്മുടെ അമ്മമാരുടെ, നമ്മുടെ സഹോദരിമാരുടെ ആ വിശുദ്ധമായ ജീവിതത്തിൽ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവാൽ നിറയുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം മാമുദീസ മുക്കുമ്പോൾ നിങ്ങളുടെ നെറ്റിയിൽ വരയ്ക്കുന്ന ഒരു കുരിശുണ്ടല്ലോ. ആനവാതുക്കൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജുവാൻ നിന്നെ മുദ്ര ചെയ്യപ്പെടുന്നു. ഈ ദിവസം ഞാൻ ഇവിടെ ഊന്നുകല്ല് മാമുദീസ മുക്കി 2-3 ദിവസം മുമ്പ് ജുവാൻ, യോഹന്നാൻ ആ വാക്കാണ് കൊടുത്തത്. വീണ്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ നെഞ്ചിൽ കുരിശ് വരയ്ക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമുദീസ മുക്കുന്നു. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ എത്രയോ പ്രാവശ്യമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. അളവ് കൂടാതെ തരുന്ന ആ പരിശുദ്ധാത്മാവ്, അളവ് കൂടാതെ നമുക്ക് ലഭിക്കുന്ന ആ പരിശുദ്ധാത്മാവ് എത്രമാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജനനത്തിൻ്റെ അവസരത്തിൽ ഒരണ്ടവും ബീജവും ചേരുമ്പോൾ 2 കുരിശുകൾ തമ്മിലുള്ള ബന്ധമല്ലേ?
രണ്ടുപേരുടെ ശിരസില് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് മാമോദീസ മുക്കിയെന്ന് ആ ഭർത്താവിനോടും ഭാര്യയോടും പറഞ്ഞ ബന്ധമല്ലേ കർത്താവിൻ്റെ പടയാളിയായിട്ട് നിങ്ങളെ സ്വീകരിച്ചതല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉദരത്തില്, നിങ്ങളുടെ ഗർഭപാത്രത്തില് ജന്മം കൊള്ളുന്ന ഓരോ കുഞ്ഞും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതാണ്. ഗർഭസ്ഥ അവസ്ഥയില് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, ദൈവമേ, അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനാല് എൻ്റെ ഈ കുഞ്ഞ്, എൻ്റെ ഉദരത്തിലുള്ള ഈ കുഞ്ഞ് നിറയണമേ. ഈശോയെ മാമോദീസ സ്വീകരിച്ച ശേഷം വനാന്തരത്തിലേക്ക് കൊണ്ടുപോയില്ലേ? അവിടെ ഈശോ 40 ദിവസം പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ചെലവഴിച്ചു. പ്രത്യേകിച്ച് ഗർഭിണികളായ മക്കളെ, നിങ്ങളുടെ പ്രസവത്തിൻ്റെ 40 ദിവസം അടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ്, ജോയേൽ പ്രവാചകനോട് അരുളി ചെയ്ത പരിശുദ്ധാത്മാവ് മാമോദീസ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് പന്തക്കോസ്താ ദിനത്തില് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ മേലും സ്ത്രീയന്മാരുടെ മേലും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, ദൈവമേ, എൻ്റെ ഉദരത്തില്, എൻ്റെ ജീവിത പങ്കാളിയുടെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവാൽ നിറയണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കണം. അവിടെ സക്രിയയ്ക്കൊരു സംശയം, ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമോ? ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമോ? അവന്റെ സംശയമാ. ആ സംശയത്തിന് കർത്താവ് ഇടപെടുന്നുണ്ട്. അവൻ മൂകനായി തീർന്നു. അതുവരെ പഴയ നിയമം മുഴുവനും അറിയാം, കുറ്റമറ്റവനാണ്, നീതിനിഷ്ഠനാണ് ഭാര്യയും ഭർത്താവും. വീണ്ടും അവൻ തുടർന്നു, ധൂപാർപ്പണം തുടർന്നു എന്നാ കാണുന്നത്. അവൻ്റെ കാലാവധി തീരുന്നത് വരെ ദൈവത്തിൻ്റെ സന്നിധിയിലെ ധൂപാർപ്പണം നടത്തി. പിന്നീട് നമ്മൾ വായിക്കുന്നത്, വീട്ടിലേക്ക് സക്രിയ തിരിച്ചു ചെന്നു. തൻ്റെ ഭാര്യ വളരെ വന്ധ്യയായ, വളരെ പ്രായം ചെന്ന ആ വന്ധ്യയുമായിട്ട്, തൻ്റെ ഭാര്യയുമായിട്ട് അവർ സ്നേഹത്തിൽ കൂടി. ആ സ്നേഹത്തിൽ ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞ കുഞ്ഞ് യോഹന്നാൻ ആ ഉദരത്തിൽ ജന്മമെടുക്കുകയാണ്. ഗബ്രിയേൽ ദൈവദൂതൻ ഈ യോഹന്നാനെ കുറിച്ച് പറയുന്ന 7 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആനന്ദവും സന്തുഷ്ടിയും നിങ്ങൾക്കും യോഹന്നാനും കത്തോലിക്ക സഭ മുഴുവനും ക്രൈസ്തവ സഭ മുഴുവനും ഇത് കേൾക്കുന്നവർക്ക് ലഭിക്കും. 2, ജനം സന്തോഷിക്കും. വിധവയായിരുന്ന ഈ വന്ധ്യയ്ക്ക് എലിസബത്തിന് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അവളുടെ ഗർഭപാത്രം വീണ്ടും പുഷ്പിച്ചപ്പോൾ ജനം സന്തോഷിക്കും, അവർ സന്തോഷിക്കുന്നു. 3, കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. സ്നാപക യോഹന്നാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനായിരിക്കും എന്നാണ് പറയുന്നത്. വലിയവനായിരുന്നില്ലേ? അതെ. ഈ യോഹന്നാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ യോഹന്നാന്റെ കാലഘട്ടത്തിൽ 2 സന്യാസ സമൂഹമുണ്ട്. ഒന്ന് കുമ്രാൻ സന്യാസ സമൂഹവും യെസൻ സന്യാസ സമൂഹവും. ഇന്ന് ആ 2 സമൂഹവുമില്ല. 1948 കുമ്രാൻ ചുവരുകൾ കണ്ടെടുത്ത ലെഗ്രാൻഡ് അച്ഛൻ, അദ്ദേഹത്തിൻ്റെ കീഴിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും ആഴമായി പഠിക്കാനും മനസ്സിലാക്കാനും ഈ എളിയദാസന് ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്നാപക യോഹന്നാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് മേ ബി ഈ കുമ്രാൻ സന്യാസ സമൂഹത്തിൻ്റെ അംഗമായിരുന്നു. കുമ്രാൻ ചുരുളുകളൊക്കെ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ മലയിൽ നിന്ന് കല്ലെറിയുമ്പോൾ മണിയടിക്കുന്ന ശബ്ദം പോലെ കേട്ട് താഴെ ആട്ടിടയന്മാർ ചെന്ന് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ കൽഭരണികളിൽ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ ലഭിച്ചത് നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാകും.
നാലാമത്തേത്, അവൻ വീഞ്ഞ് കുടിക്കുകയില്ല. വീഞ്ഞ് എന്ന് പറയുന്നത് മുന്തിരിച്ചാറാണെന്ന് നമുക്കൊക്കെ അറിയാം. അവൻ വീഞ്ഞ് കുടിക്കുക. അവൻ കാട്ടുതേനും പഴങ്ങളുമാണ് യോഹന്നാൻ കഴിച്ചത്. ഒരു തോവൽ കൊണ്ടുള്ള ഉടുപ്പാണ് ധരിച്ചിരുന്നത്. യേശു യോഹന്നാന്റെ സന്നിധിയിലേക്കാണ് മാമോദീസ സ്വീകരിക്കാൻ ചെല്ലുന്നത്. യോഹന്നാൻ എതിർത്തു. ഞാൻ ഈ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും യോഗ്യനല്ല, നീ എനിക്കിപ്പോൾ തരിക. യോഹന്നാൻ മാമോദീസ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന വചനം കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് ആത്മാവ് കടന്നു വരുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവുകയാണ്. ഡിസംബർ 1-ാം തീയതിയാണെന്ന്. ആത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. മറിയത്തിലേക്ക് ആത്മാവ് കടന്നു വരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്നെ നിഴലിക്കും. പറയുന്ന വചനം അതാണ്. 5-ാമത്തേത്, പരിശുദ്ധാത്മാവിനാൽ നിറയും. എലീശ ഗർഭിണിയായെന്ന വിവരം കേട്ടപ്പോൾ മറിയം തിടുക്കത്തിലും മലഞ്ചെരുവിലേക്ക് ചെന്നു. അവിടെ പറയുക, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെയെന്ന്. എൻ്റെ ഉദരത്തിലെ കുഞ്ഞ് കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ പരിശുദ്ധ അമ്മ ഈ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ഉദരത്തിൽ കുഞ്ഞ് കുതിച്ചു ചാടി. ആത്മാവിൽ നിറഞ്ഞ മനുഷ്യര് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മിൽ വരുന്ന വലിയൊരു മാറ്റങ്ങളുണ്ട്, വലിയ രോഗശാന്തികളുണ്ട്, ദൈവ വിളികൾ കിട്ടുന്നതുണ്ട്. ഞാൻ അഭിമാനമായിട്ട് പറയട്ടെ, CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രം നടത്തുമ്പോൾ പല കുട്ടികളെയും വൈദികരാകാൻ വിടാൻ സാധിച്ചതിൽ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ സഭയിൽ, CMI സഭയിൽ, മൈസൂർ പ്രോവിൻസിൽ ഇന്ന് ആ ധ്യാന അവസരത്തിൽ ദൈവവിളി ലഭിച്ച ഒരച്ഛനുണ്ട്. ഇവിടെ മാത്രമല്ല, പലയിടത്തുമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ നടത്തിയിരുന്ന അല്ലെങ്കിൽ അവിടെ സഹായിച്ചിട്ടുള്ള എൻ്റെ അനിയൻ ബിഷപ്പ് ബെന്നി ആത്മാവിൽ നിറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ വലിയ അത്ഭുതം നടക്കുന്ന ആ സ്ഥലത്ത് വെച്ചാണ്. 6, ഏലിയായുടെ ചൈതന്യമുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഏലിയായുടെ ചൈതന്യം നമുക്കറിയാം. ഏലിയ പ്രവാചകൻ മാത്രമാണ് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് പോയത്. സറാഫാത്തിൽ കഴിയുമ്പോൾ ആ വിധവയോട് പറയുക, എനിക്ക് ഇച്ചിരി വെള്ളം താ. അവൾ തിരിയുന്ന അവസരത്തിൽ പറയുക, എനിക്ക് ഒരപ്പം ഉണ്ടാക്കി താട്ട്. ഒരു ചെറിയ അപ്പം. തിരിയുമ്പോഴാണ് പറയുന്നത്, എനിക്കൊരു ചെറിയ അപ്പം. അപ്പോൾ ആ വിധവ പറയുന്നു, ആ അപ്പം ഉണ്ടാക്കി തിന്നിട്ട് 2 അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് എനിക്കും എൻ്റെ കുഞ്ഞിനും മരിക്കണം. അപ്പോഴാണ് ഏലിയ പറയുന്നത്, എനിക്കൊരു ചെറുതുണ്ടാക്കി തരുക, ചെറിയ അപ്പം. അങ്ങനെ ചെയ്തു. അടുത്ത വചനം എന്താണ് പറയുന്നത്? ആ കുടത്തിലെ എണ്ണ വറ്റിയില്ല, കലത്തിലെ മാവ് തീർന്നുമില്ല. അവളുടെ മകൻ മരിച്ചു. ഏലിയ പ്രവാചകൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് 2-ാം നിലയിലേക്ക് പോയി പ്രാർത്ഥിച്ചു. ഏലിയായുടെ ചൈതന്യം, ജീവൻ കൊടുക്കുന്ന ചൈതന്യം, ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് പോകുന്ന ചൈതന്യം, ആ ചൈതന്യം നിറഞ്ഞ മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ എന്നാണ് പറയുന്നത്. 7, പലരെയും രക്ഷിക്കും. ഓരോ ക്രൈസ്തവൻ്റെയും വിളിയതല്ലേ, ഓരോരുത്തരെ രക്ഷിക്കുക. ഈ ഞായറാഴ്ച പ്രസംഗം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ജീവിത ശൈലി കൊണ്ട് ഞാൻ ആരെയൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ ജീവിത ശൈലി കൊണ്ട് മാനസാന്തരത്തിൻ്റെ 100 വഴികൾ തുറന്നില്ലേ? യേശുവിന് മാമോദീസ നൽകിയില്ലേ? ഇതെല്ലാം സ്നാപക യോഹന്നാൻ്റെ മഹത്വമാണ്. സംസാരിക്കാൻ കഴിയാത്ത സക്രിയ, ദൈവസന്നിധിയിൽ അവിശ്വസിച്ചതുകൊണ്ടായിരിക്കാം, എന്തെങ്കിലും ആകട്ടെ. കുഞ്ഞ് ജനിക്കുമ്പോൾ, സ്നാപക യോഹന്നാൻ ജനിക്കുമ്പോൾ ഒരു എഴുത്തു പലക മേടിച്ച് പേരെഴുതി യോഹന്നാൻ. അന്ന് വരെ ലോകത്തിൽ ഇല്ലാത്ത ഒരു പേരാണ് യോഹന്നാൻ. അത് ദൈവം കൊടുത്ത പേരാണ്.
പ്രിയമുള്ളവരെ, കർത്താവിനോട് ആലോചന ചോദിച്ച് കർത്താവ് തരുന്ന പേരാണ് നമ്മുടെ മക്കൾക്കിടേണ്ടത്. അതിന് നമ്മുടെ സഭയിലെ അധികാരികൾ, നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ സഹായിക്കും. എനിക്കറിയാവുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ട്. അതിൻ്റെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചെടുത്തതാ ആ പെൺകുട്ടിക്ക് എസ്തേർ എന്നുള്ള പേര്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഡിസംബർ 25 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഒരുപക്ഷെ കടബാധ്യത മാറാനായിട്ടതായിരിക്കാം, ജോലിയില്ലാത്തതായിരിക്കാം, പ്രാർത്ഥനാ ചൈതന്യം. പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ക്രിസ്മസ് ദിവസങ്ങളിൽ ഒരു സ്വർഗസ്ഥനായ പിതാവും 40 നന്മ നിറഞ്ഞ മറിയവും 5 പ്രാവശ്യം ചെല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് ചെല്ലുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പണ്ടൊക്കെ സുഹൃത ജപം ചെല്ലുന്ന പതിവുണ്ടായിരുന്നു. കുളിരാൽ വിറയ്ക്കുന്ന കുഞ്ഞുണ്ണീശോയെ ഞാൻ അങ്ങയെ മുത്തുന്നു. അന്ന് കുഞ്ഞായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്നെ പഠിപ്പിച്ച ആ സുഹൃതങ്ങളൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ പച്ചകെടാതെ വളർന്നു വരുന്ന പച്ച മരുന്ന് പോലെ നിൽക്കുകയാണ്. ഈ സുഹൃതങ്ങളൊക്കെ പച്ച മരുന്നുകളാണ്. ആ മരുന്ന് നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തും, ശക്തിപ്പെടുത്തും. നമുക്ക് അവിശ്വസിക്കേണ്ട, വിശ്വസിക്കാം. നോമ്പ് ആരംഭിക്കുന്ന ഈ ഡിസംബർ 1, ഈ ഞായറാഴ്ച, വാട്ട് ഐ ക്യാൻ ഡു, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും. മക്കളില്ലാത്ത ദമ്പതിമാരെ, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, ആൺകുട്ടിയാണെങ്കിൽ ഇന്ന പേര് നൽകും എന്ന് എഴുതി വെച്ച് നിങ്ങൾ ജീവിക്കട്ടെ, നിങ്ങൾ ജീവിക്ക്. പെൺകുട്ടിയാണെങ്കിൽ പേര്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു സംഭവം പറഞ്ഞുകൊണ്ട്. മിനിങ്ങാന്ന് എന്നെ വിളിച്ച ഒരു സ്ത്രീ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, അവർക്ക് മക്കളില്ല. എന്നെ കാണാനായിട്ട് ഞാൻ വാഴക്കുളം ആശ്രമത്തിലായിരിക്കുമ്പോൾ വന്നു. ഞാൻ അവരോട് പറഞ്ഞ പേര്, ഒന്നാമത്തെ കൊച്ചിന് എലിസബത്ത് എന്ന് പേര് കൊടുക്കുക, രണ്ടാമത്തെ കൊച്ചിന് കൃപാമരിയ എന്ന് പേര് കൊടുക്കുക, മൂന്നാമത്തെ കുഞ്ഞിന് സോളമൻ എന്ന് പേര് കൊടുക്കുക. എലിസബത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞുണ്ടാകും. അവർ പ്രാർത്ഥനയെ വിശ്വസിച്ചു പോയി. അവർക്ക് 3 കുഞ്ഞുങ്ങൾ അവരുടെ ഉദരത്തിലുണ്ടായി. ഡോക്ടർ അബോർഷനെ കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു, ദൈവം തന്നതാ, ഞങ്ങൾ കളയുകയില്ല. ഒരു കൊച്ചിനെ ആരോഗ്യത്തോടെ വളർത്താനായിട്ടാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. പക്ഷെ അവരുടെ തീരുമാനം, ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ വളർത്തും. 2019 ഡിസംബർ 19 എടത്തുവായിലുള്ള പള്ളിയിൽ വെച്ച് ഈ 3 കുഞ്ഞുങ്ങളെയും, എലിസബത്തിനെയും കൃപാമരിയെയും സോളമനെയും മാമുദീസ മുക്കി നന്ദിയോടെ ഇന്നലെ വിളിച്ചു. ആ കർത്താവ് ഈ ഡിസംബർ 1 മുതൽ മക്കളില്ലാത്ത ദമ്പതിമാർ, എലീശുവായുടെ ആ കുഞ്ഞ് ജനിക്കുന്ന സംഭവം നിങ്ങൾ വായിക്കുക. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വചനങ്ങൾ വായിക്കുക. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. 25 നോമ്പ് ആരംഭിക്കുന്ന ഈ ഞായറാഴ്ച മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്ന നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതിമാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ഉദരങ്ങളിൽ ആത്മാവിനാൽ നിറഞ്ഞ് ഒരു കൊച്ച് ജനിക്കാനിടയാകണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സുഹൃത ജപമുണ്ടല്ലോ, സങ്കീർത്തനം 8:2. കർത്താവെ, ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല 25-ാം നോമ്പ് ആശംസിക്കുന്നു. സാധിക്കുന്നിടത്തോളം ചെയ്യുവാൻ പറ്റുക, പരിശ്രമിക്കുക. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ.